எங்கள் குழந்தைகளை, எங்கள் எதிர்கால சந்ததிகளை, எங்கள் நீரை, நிலத்தை, காற்றை, கடலை, கடல் உணவை அளிக்கின்ற இந்த திட்டம் வேண்டாம் என்று ஆணித்தரமாக நீங்கள் பேச வேண்டும். நீங்கள் பேசுகின்ற பேச்சு மாண்புமிகு தமிழக முதல்வர் அவர்களுக்கு காதுக்கு போகும், மாண்புமிகு தமிழக அமைச்சர் பெருமக்கள் காதுகளுக்கு போகும். தமிழ் மண்ணை நாங்கள் எக்காரணம் கொண்டு விட்டுத் தர மாட்டோம் என்ற கருத்தை வலியுறுத்தி இந்த தமிழ் மண்ணை காப்போம். அருமை சொந்தங்களே, நீங்கள் படுகின்ற இந்த துயர்கள் எல்லாம், நீங்கள் செய்கின்ற இந்த தியாகங்கள் எல்லாம் பொன்னெழுத்துக்களால் பொறிக்கப்படும். எதிர்கால தமிழ் குழந்தைகள், எதிர்கால தமிழ் சமூகம் உங்களுக்கு என்றென்றும் கடமைப்பட்டிருக்கும். ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായത് യുറേനിയം പോലെയുള്ള ആണവ വികിരണ വസ്തുക്കൾ ഭൂമിയുടെ അടിയിലോട്ട് പോയതുകൊണ്ടാണ്. കാരണം ഉപരിതലത്തിൽ റേഡിയേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ പരിണാമത്തിൽ ജീവൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം ഭൂമിയുടെ വളരെ ആഴത്തിൽ യുറേനിയം എത്തിയത് അല്ലെങ്കിൽ ആണവ റേഡിയേഷനുള്ള വസ്തുക്കൾ എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിൽ ജീവൻ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ജീവന്റെ അടിസ്ഥാനത്തെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ അതിന്റെ മൈനിങ് തൊട്ടിട്ട്, കാരണം ഭൂമിയുടെ വളരെ ആഴത്തിൽ പോയ ആണവ റേഡിയേഷൻ വസ്തുക്കൾ ഭൂമിയുടെ പുറത്തേക്ക് വലിച്ചിട്ട് അതിൽ നിന്ന് കുറച്ചേ സംസ്കരിക്കാൻ കിട്ടുള്ളൂ, ബാക്കി മുഴുവൻ മണ്ണിലും ജലത്തിലും. അപ്പോൾ അവിടം തൊട്ട് പിന്നെ ഇത് യാത്ര ചെയ്യുന്ന സമയം മുഴുവൻ കരിങ്കൽ ഭിത്തികളെ പോലും തുളച്ച് പോകാൻ പറ്റുന്നതാണ് ആണവ റേഡിയേഷൻ. 1988 തുടങ്ങിയ സമരത്തെ അടിച്ചമർത്താനാണ് സർക്കാരുകൾ ശ്രമിച്ചത്. 89 കന്യാകുമാരിയിൽ നടന്ന സമരത്തിന് നേരെ പോലീസ് വെടിവെപ്പുണ്ടായി. വെടിയുണ്ട തുളഞ്ഞു കയറി മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട റെക്സിന്റെ അനുഭവം പ്രതിരോധത്തിന് കരുത്തു പകരുന്നതേയുള്ളൂ. വെടിയേറ്റു മരിക്കാനും തയ്യാറാണ് അവർ. സമാധാന സമരം നയിക്കുന്ന പോരാളികൾക്ക് നേരെ തോക്കെടുക്കാൻ ഭരണകൂടത്തിന് ഇനി ഒരിക്കലും കഴിയില്ല. ആ കാലം കഴിഞ്ഞു. கூடங்குளம் அணுமின் நிலையம் வெடித்தால் எவனும் இருக்க மாட்டான், எவனும் இருக்க மாட்டான். ஸ்ரீகுமார் பானர்ஜி வரமாட்டார், மன்மோகன் சிங் வரமாட்டார், அப்துல் கலாம் வரமாட்டார். நாம் நமது ஊரை இழந்து, வீட்டை இழந்து, நமது சொந்த பந்தங்களை இழந்து, நமது உடைமைகளை இழந்து அகதிகளாக ஆகி போவோம். அருமை சொந்தங்களே, அகதிகளாக ஆகி போவோம். நமது மண்ணிலே வாழ்ந்து வளமாக வாழ வேண்டிய நமது குழந்தைகள் எல்லாம் பெருநகரங்களிலே அகதிகளாக, அபலைகளாக மாறி போவார்கள். எனவேதான் நாம் சொல்கிறோம், இந்த அரசு நம்மை காப்பாற்றாது. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാവും. സോ ഇവിടെ 8 കോടി ആൾക്കാരുണ്ട്, അവിടെ 4 കോടി, 12 കോടി ഇന്ത്യൻസ് കൊന്നിട്ട് നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? കൂടംകുളത്തിന്റെ 4 യൂണിറ്റുകൾ പൂർത്തിയായാൽ പോലും പരമാവധി ഉൽപ്പാദനം 4000 മെഗാവാട്ടാണ്. അതൊരു പക്ഷേ 20 വർഷം കഴിഞ്ഞ് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ആ 20 വർഷക്കാലവും ഈ കൂടംകുളം നിലയം നിർമ്മിക്കുന്ന മുഴുവൻ കാലവും അതിനുവേണ്ട വൈദ്യുതി കൊടുക്കുന്നത് കാറ്റാടി യന്ത്രങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കാറ്റാടി ഒരാൾക്കും വിരോധമുള്ള സംഗതിയല്ല, പ്രകൃതിയിൽ നേരിട്ട് ഒരു നാശവും ഉണ്ടാക്കാതെ ഉണ്ടാക്കുന്ന വൈദ്യുതി. സോളാർ അല്ലെങ്കിൽ കാറ്റ്, അതുപോലെ തിരമാല, ഇതുപോലെയുള്ള ബദൽ ഊർജ്ജ സാധ്യതകൾ ലോകത്തിന് ഭാവിയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി എല്ലാ ഇന്ധനം അവസാനിക്കും. അങ്ങനെയുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയും പ്രായോഗികമായി തന്നെ തെളിയിക്കപ്പെടുകയും ചെയ്ത ഈ തിരുനെൽവേലി തൂത്തുക്കുടി പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ആണവ നിലയം വരുന്നത് ഒരു വലിയ വിരോധാഭാസമായി തന്നെ കാണും. എങ്ങനെ കൊന്നുകൊടുത്ത് ഇത് നടത്തിട്ട് மற்ற
மத்திய அரசு மாநில அரசு மூடுங்க, மூடலாம். எங்க உயிரை எங்க காப்பாற்ற ஆனா பேட்டி கொடுக்கணும், பேட்டி கொடுத்தா விளம்பரப்படுத்தணும். எங்களுக்கு இந்த பூமி வேணும், எங்களுக்கு இந்த மண்ணு வேணும், எங்களுக்கு இந்த இடத்த நாங்க போக மாட்டோம். நாங்க தாக முடிந்த ஊர்ல தான் இருப்போம். எங்களோட பிள்ளைல வாழ்வாதாரம் எங்களுக்கு கண்டிப்பா வேணும். സൂര്യനുണ്ട്, തിരമാലകളുണ്ട്, അരവാമൊഴി ചുരം കടന്നെത്തുന്ന സമൃദ്ധമായ കാറ്റുണ്ട്. വൈദ്യുതിയാണ് ലക്ഷ്യമെങ്കിൽ എത്രയെത്ര മാർഗങ്ങൾ. എന്തിനാണ് ഒരു പാവം ജനതയെ കണ്ണീര് കുടിപ്പിച്ചും കുടിയിറക്കിയും ടർബൈനുകൾ കറക്കുന്നത്? പിറന്ന മണ്ണിൽ ജീവിക്കട്ടെ അവരുടെ മക്കൾ, മലിനമല്ലാത്ത ജീവവായു ശ്വസിക്കട്ടെ. അവരുടെ അടുത്ത